ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൂറി ഉപ്പ മാങ്ങ കൊണ്ടുവന്നതിൻ്റെ സന്തോഷത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ആ പാട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അബ്ബ ആയേ എന്നാണ് ആ കവിതയുടെ പേര്. അബ്ബ ആയേ, ഉപ്പ വന്നു. आए मेरे अब्बा आए, मीठे मीठे आम लाए, आए प्यारे अब्बा आए, ताज़े ताज़े आम लाए, आई मेरी अम्मी आई, मेरी प्यारी अम्मी आई, आई मेरी दादी आई, मेरी प्यारी दादी आई, आए मेरे दादा आए, पक्के पक्के आम खाए, बहना आई भैया आए, सबने मिलकर आम खाए. ഇതാണ് നമ്മുടെ ആ കവിത. ഇനി നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് അതിൻ്റെ മീനിങ്സ് നോക്കാം. ആയേ മേരെ അബ്ബ ആയേ, വന്നു എൻ്റെ ഉപ്പ വന്നു. അബ്ബ, ഉപ്പ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ചിത്രമൊക്കെ തന്നിട്ട് അതിൽ ഉപ്പ, ഉമ്മ, അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അങ്ങനെ കുറച്ച് ആൾക്കാരെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് അബ്ബ എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ ആ അബ്ബ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കവിതയിലും കാണുന്നത്. ആയേ മേരെ അബ്ബ ആയേ, വന്നു എൻ്റെ ഉപ്പ വന്നു. മീട്ടേ മീട്ടേ ആമിലായേ, മധുരമുള്ള മാങ്ങ കൊണ്ടുവന്നു. മീട്ടേ മീട്ടേ, മധുരമുള്ള. ആമ എന്ന് വിചാരിച്ചാൽ മാങ്ങ എന്നാണ് അർത്ഥം. ആയേ പ്യാരേ അബ്ബ ആയേ, വന്നു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ വന്നു. പ്യാരേ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട എന്നാണ് അർത്ഥം. താസേ താസേ ആമില്ലായേ, നല്ല ഫ്രഷ് മാങ്ങ കൊണ്ടുവന്നു. താസേ താസേ, ഫ്രഷ്, പുതിയത് എന്നൊക്കെയാണ് അർത്ഥം. ആയി മേരി അമ്മി ആയി, വന്നു എൻ്റെ ഉമ്മ വന്നു. അമ്മി, ഉമ്മ എന്നാണ് അർത്ഥം. മേരി പ്യാരി അമ്മി ആയി, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വന്നു. ഇനി അടുത്ത പേജ്. ആയി മേരി ദാദി ആയി, വന്നു എൻ്റെ ഉമ്മാമ വന്നു, ഗ്രാൻഡ് മദർ വന്നു. മേരി പ്യാരി ദാദി ആയി, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാമ വന്നു. ദാദി എന്ന് വെച്ചാൽ ഉമ്മാമ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയേ മേരെ ദാദാ ആയേ, വന്നു എൻ്റെ ഉപ്പാപ്പ വന്നു, ഗ്രാൻഡ് ഫാദർ വന്നു. പക്കേ പക്കേ ആമ് കായേ, നല്ല പഴുത്ത മാങ്ങ തിന്നു. പക്കേ പക്കേ, നല്ല പഴുത്ത എന്നാണ് അർത്ഥം. കായേന്ന് വെച്ചാൽ കഴിക്കുക എന്നാണ് അർത്ഥം, തിന്നു. ബഹന ആയി ഭയ്യ ആയേ, ബഹന എന്ന് വെച്ചാൽ സഹോദരി എന്നാണ്. ഭയ്യ എന്ന് പറയുന്നത് സഹോദരൻ എന്നാണ്. ബഹന ആയി ഭയ്യ ആയേ, സഹോദരി വന്നു, സഹോദരൻ വന്നു. സബിനെ മിൽക്കർ ആം ഖായേ, എല്ലാവരും ഒരുമിച്ച് മാങ്ങ കഴിച്ചു. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു കവിത വരുന്നത്. എല്ലാവരും ചെറിയൊരു കവിതയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ബൈ.